മത്സ്യമാർക്കോളെ മോനെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഫൈനലി നമ്മൾ വീണ്ടും ഒരു മിനിറ്റ് കേട്ടോ. ഹലോ മത്സ്യമാർക്കോളെ മോനെ വീഡിയോയിലേക്ക് ഗൈസ് നമ്മൾ കാണേണ്ട ഇപ്പൊ 10-14 ദിവസത്തിലേറെ. കാരണം തന്നെ വെച്ചാൽ എനിക്ക് വീട്ടിലെ സ്കൂളിലെ എക്സാമും കാരണമൊക്കെ ആയിരുന്നു. ഓക്കെ, പിന്നെ എക്സാം ആയതുകൊണ്ട് എനിക്ക് എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ സ്കൂളിലെ എക്സാം തെളിയിക്കണല്ലോ ഏത് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ഓക്കെ, ഒരുപാട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ്. ഓക്കെ, അതായത് റിഫാമാനുവൽ. നിങ്ങൾക്ക് സംഭവം എന്തായാലും അറിയാതിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ആക്സിഡന്റിന് പറ്റുന്നതിന് മുമ്പായിരിക്കും റിഫാമാൻ ഇത്ര വലിയ പോപ്പുലാരിറ്റി ഇല്ല. പക്ഷെ അതിന് ശേഷം ഇപ്പൊ എല്ലാവരും റിഫാമാനിന്റെ ബാക്കിലാണ്. എനിവേ അതിപ്പോ ആ ട്രെൻഡിങ് ഇപ്പൊ തീർന്നിട്ടില്ല. ട്രെൻഡിങ് അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പല തരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ന്യൂസ് വെച്ചാണ്ട്. എനിവേ അതൊക്കെ നമുക്ക് വിടാം. നമ്മൾ ഇന്ന് നോക്കാൻ പോണത് റിഫാമാനോട് ട്രൈപ്പോഡിന്റെ കവറാണ്. ഇവിടെ തൂക്കിട്ട ഒരു ഷോപ്പ് വേണ്ടി അപ്പൊ ഇവിടെ നിന്ന് നോക്കാൻ പോണത് റിഫാമാനുവിന്റെ കുറച്ച് ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ വീഡിയോസ് ആണ്. ഓക്കെ, വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ നമുക്ക് മാക്സിമം ലൈക്ക് അടിച്ചാൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനൊരു നെന്മമാരാണെന്ന് ആരും ഞാനൊരു നെന്മമാരാണെന്ന് ഒരു കമന്റ് ചെയ്യേണ്ട. കാരണം ഞാൻ നെന്മ തൈയാണ്. ഞാൻ ഇപ്പൊ കൊച്ചുകുട്ടികളിൽ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാൻ നമ്മുടെ റിഫാമാനുവിന്റെ കുറച്ച് ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയ കുറച്ച് വീഡിയോസ് ആണ്. ഓക്കെ, എല്ലാവരും ഇപ്പൊ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ട് സ്വീറ്റ് ആയിട്ടുള്ള വീഡിയോസിലൂടെ കണ്ടു പോവാം. എന്തായാലും ഇപ്പത്തെ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്കറിയില്ല ഗൈസ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണേ നമ്മള് പാവങ്ങൾ ഗൈസ്. 4, 3, 5 വരാത്ത നമ്മൾ ഏത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് റിഫാമാനുവിന്റെ കുറച്ച് ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയ വീഡിയോസ് ആണ്. ഇനി ഈ വീഡിയോ എത്രമാത്രം ചളിയാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് ക്ഷമിക്കും. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കഴിച്ചിട്ടു ഞാൻ പറയാൻ പറഞ്ഞു. ഇവിടെ ചെട്ടുകളുടെ പലതൊക്കെ കൂടി തന്നെ നമ്മളെ ഹേറ്റേഴ്സ് ആണ്. ഓക്കെ, ഞാൻ 2 ദിവസം വീഡിയോസിനകത്ത് അവരോട് കൂടി കുട്ടി നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കഴിച്ചിട്ടു. ചളികളൊക്കെ കാണാൻ സാധിക്കും. ചളികളൊന്നും നമുക്ക് വലിയ പ്രശ്നമല്ല ഏത് കഴിച്ചു. ഓക്കെ, അറിയാലോ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പറ്റുന്ന റിഫാമാനിന്റെ വീഡിയോസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ അമ്പലത്തിലെ ഉത്സവമല്ലേനു, ആ ഉത്സവത്തിന് ഞാൻ വാങ്ങിയ സാധനം ഇട്ടത്. ഞാൻ അന്ന് വിചാരിച്ചത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്. ഇത് വെച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എന്റെ കരൾ അരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മോട്ടിവേഷനെ കിട്ടുന്നത്. പക്ഷെ എപ്പോ വലിയ മോട്ടിവേഷൻ ഇല്ല. ഓക്കെ, അപ്പൊ നോക്കാൻ നമ്മൾ റിഫാമാനിന്റെ കുറച്ച് ക്യൂട്ട് ആൻഡ് സ്വീറ്റ് വീഡിയോസ് ആണ്. ഇതൊരു എന്റർടൈൻമെന്റ് ആയി എടുക്കുക. ആരും ഹേറ്റ് ചെയ്യണ്ട. ഓക്കെ, ആ കുറച്ച് വായങ്ങാണ്ട് കഴിച്ച് കുറെ കാര്യം വീഡിയോസ് ഇട്ടിട്ട്. ഓക്കെ, സ്റ്റാർട്ട്. बस मोहब्बत है आपसे, बस मोहब्बत है आपसे। क्यों है, क्या है, कैसे है, क्यों है, क्या है, कैसे, ये नहीं जानते, ये नहीं जानते, बस ये जान लो, बस ये जान लो कि मोहब्बत है आपसे, कि मोहब्बत है आपसे। ഗൈസ്, ഇത്രയും സന്തോഷവതിയായ ഒരാളാണ് ഗൈസ് പെട്ടെന്ന് സുപ്രഭാതത്തില് സൂയിസൈഡ് ചെയ്ത് നമ്മൾ കണ്ടതൊക്കെ. അപ്പൊ ആർക്കായാലും സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും. അത് മാത്രമല്ല ഇവരുടെ ഓരോ വീഡിയോസ് ഇതേപോലെ തന്നെ ഒക്കെ ഇതേ ഒരു മെയിൻറ്റേജ് ചെയ്തോണ്ട് അവർ പോയിക്കണം. അതായത് എല്ലാ വീഡിയോസും ഭയങ്കര ഹാപ്പിനെസ് ആയാണ് ഇവർ പോയിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഒരു സൂയിസൈഡ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല. കാരണം വെച്ചാൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ബുർജ് ഖലീഫിന്റെ സോഷ്യൽ മീഡിയ ഇട്ട വീഡിയോസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് പെട്ടെന്നൊരു ന്യൂസ് ആയിപ്പോയി, എല്ലാവരും ഷോക്കായിപ്പോയി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അതിന് എന്തായാലും സത്യം പുറത്ത് വരട്ടെ കഴിച്ചു. ഓക്കെ, നമുക്ക് അത്ര പറയുള്ളൂ. ഞാൻ ആത്മഹത്യയാണെന്നൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതാവാലോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. എന്നായിരുന്നു 100 രൂപ? അതിച്ചിരി കൂടുതലല്ലേ? അപ്പൊ ചേച്ചി കേക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലേ? എനിക്കറിയത്തില്ല, നിനക്കറിയോ? ഇല്ല. എന്നോട് ചോദിച്ചാ പോരായിരുന്നു മമ്മി. ഇല്ല. എന്തായാലും ഗൈസ് നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു യൂട്യൂബില് ഇവർക്ക് ചാനലുണ്ട്, റിഫ ചാനലുണ്ട് തോന്നുന്നു. ഓക്കെ, എനിക്ക് അവരെ കുറിച്ച് വലിയ രീതിയിൽ അറിവൊന്നുമില്ല. നമ്മളെ അൽഫല വിനോജിക്കാണ്ട് അപ്പോഴേ കണ്ടിരിക്കണേ. ഞാൻ അത്രയോളം എനിക്ക് അറിയാം. അത് ഫോട്ടോസ് കണ്ടിരിക്കണം. നോക്കാം അന്ന് റിഫാണ് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് വോയിസ് കൂടുതൽ ഫോളോവേഴ്സ്. 3 ലക്ഷത്തി സംതിങ്ങിൽ 3.5 ലക്ഷം ഫോളോവേഴ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് തോന്നുന്നു. ഓക്കെ, പക്ഷെ യൂട്യൂബിൽ അധികം 1 ലാഖിന്റെ അടുത്ത് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളത് തോന്നുന്നു. എനിക്ക് അങ്ങനെ വലുതായിട്ട് അറിയില്ല. ഓക്കെ, അപ്പോ എനിക്ക് ഇത്രേ പറയുള്ളൂ. എനിക്കിപ്പത്തെ പറയാല്ലേ, നമുക്ക് വീഡിയോ കണ്ടിട്ട് പറയാം. ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബഹളം ഉണ്ടാക്കാതെ പോണം. എടി അലവിലാതി, ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതല്ലടി. കാര്യം ചോദിക്കട്ടെ, ഇത്രയും ഇഷ്ടമാണല്ലോ, നേരിട്ട് കണ്ട എന്ത് ചെയ്യണം?
കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ഒരു മിനിറ്റ് സെക്കൻഡ് ചെയ്യുക. കാരണം കോപ്പിറൈറ്റിന് പോയിക്കോട്ടെ ഗൈസ്. കാരണം ഓനക്കും വരണല്ലേ ഇടക്കിടക്ക്. യൂട്യൂബിൽ പരസ്യം മാത്രം വന്നാൽ പോരെ ഗൈസ്. കോപ്പിറൈറ്റ് ഇടക്കിടക്ക് വരണം കേട്ടോ. അതാണ് തെളിവാണ് ഈ ഒരു സംഭവം. ഓക്കെ ഗൈസ്, എന്നും ഈ റിയാക്ഷൻ യൂട്യൂബേഴ്സിന് കണ്ണിൽ പൊടിയിലായിട്ട് ഒരു കോപ്പിറൈറ്റ് വരും. ഓക്കെ കണ്ടില്ലേ ഗൈസ്? കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോപ്പിറൈറ്റ് പോകുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ കോപ്പിറൈറ്റ് വേമ്പോ പാസ്വേഡ് മാറ്റി പറയാൻ പറ്റൂല. പറയാൻ പറ്റൂല. ഗൈസ്, ഇവര് ചെയ്യുന്ന സാധാരണ എല്ലാ ഇൻസ്റ്റാഗ്രാമുകളും ചെയ്യുന്ന മാതിരി തന്നെ ട്രെൻഡിങ്സ് അനുസരിച്ച് ചെയ്യണമൊക്കെ. വെറൈറ്റി ഒന്നും ഇവര് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കപ്പിൾസ് വെറൈറ്റി ഒരുപാട് കണ്ടിരിക്കണം ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഇവരെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്ന മരത്തിലെ വീഡിയോസ് അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ചെയ്യുന്ന ട്രെൻഡിങ് അത് ഇവരും ചെയ്യുന്നോക്കെ അത്ര മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് കാലം മുമ്പിലെ റീൽസ് ആണെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമോ ടിക്ടോക്ക് എനിക്കറിയില്ല. ഏതായാലും കിടുക്കാഴ്ച സംഭവമാണ്. ഓക്കെ അത് നമുക്ക് അറിയാം. ഏത് നല്ല സുന്ദരനാ, കുഞ്ഞു കണ്ണുകളാ, സ്റ്റൈലും ശരിയാ. മെസ്സേജ് അയക്കുമ്പോ എന്തൊക്കെയോ പറയുമല്ലോ. ഇപ്പൊ ഒന്നുമില്ലേ പറയാൻ? അത് പിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ കയ്യിന്ന് പോയിരിക്കും. അപ്പൊ നീ ഒരിക്കലും എന്റെ സ്കൂട്ടറിന് പിന്നാലെ കയറില്ല? അങ്ങനെ ഒരിക്കലും കേറില്ല എന്നൊന്നും പറഞ്ഞില്ല. എപ്പ കേറും? ഏതാണ്ടാവാൻ വേണ്ടി കൊട്ടും കൊരവയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ? അതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ, അപ്പൊ ആലോചിക്കാം. കണ്ട തെണ്ടികളോടൊന്നും ഞാൻ സംസാരിക്കാറില്ല. ഞാൻ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ പെങ്ങളെ പെണ്ണ് ചോദിക്കാൻ നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്താ ഭ്രാന്തന്മാർക്ക് മാത്രമേ പെങ്ങളെ കൊടുക്കോളുന്നുണ്ടോ? പെണ്ണന്വേഷിച്ച് വന്നിരിക്കുന്ന ഒരു മാന്യൻ. എടാ, നീയും കഴുതയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളേ? നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെ. അവസാനം ഒന്നും മനസ്സിലാവാതിരിക്കുന്ന ഓൺലൈൻ മോനു. എനിവേ ഗൈസ്, ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്യണം. എനിവേ അടുത്ത ദിവസം ഞാൻ പറയാൻ പറ്റില്ല. കാരണം കുറച്ച് ദിവസം നമുക്ക് വൈകേണ്ട ചാൻസ് വരും. കാരണം എന്റെ സ്കൂൾ അഭിമാനം വിട്ട് കളിയില്ലോ. അതായത് എന്റെ മൈ സ്കൂളിൽ എക്സാമുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നേരം എനിക്ക് കുറച്ച് വീഡിയോസ് ഇടാൻ വൈകും. എനിവേ അതുകൊണ്ട് ക്ഷമിക്കാം. ബൈ ദ ബൈ. ഞാൻ പോകുന്നു, വീണ്ടും വരുന്നു.